ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബത്തേരിയിലുള്ള ജൈന ക്ഷേത്രത്തിലാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഇത്ര നാള് നമ്മൾ ഒരുപാട് തവണ ബത്തേരി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാറ നടന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഈ ക്ഷേത്രം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ ചന്തുവിനെയും കൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വെച്ച് വന്നതാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ജൈനമത സ്വാധീനത്തിന്റെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇതുപോലെയുണ്ട്. അത്തരത്തില് ഒരു പുരാതന ക്ഷേത്രമാണ് നമ്മുടെ ബത്തേരിയിലുള്ള ഈ ഒരു ക്ഷേത്രം. പണ്ട് കാലത്ത് ജൈനമത വിശ്വാസികളുടെ ആരാധനാലയമായിരുന്നു ഇത്. പിന്നീട് ടിപ്പുവിന്റെ പടയോട്ട കാലത്തൊക്കെ അവരുടെ ഒരു വാണിജ്യ കേന്ദ്രമായിട്ടും അതേപോലെ തന്നെ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നതാണിത്. ഒരിക്കൽ പോലും ഈ ഒരു ജൈനക്ഷേത്രം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇതിനെ സംബന്ധിക്കുന്ന കുറെ കെട്ടുകഥകൾ, മിത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ചുമരില് കുറെ പാമ്പുകളുണ്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അതിൽ ഒരു പാമ്പിന്റെ അറ്റവും തലയും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൈനക്ഷേത്രത്തിൽ നിന്നും മൈസൂരേക്ക് പോകാനുള്ള തുരങ്കപാത കണ്ടുപിടിക്കാം, തുറക്കപ്പെടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മുറ്റത്തുള്ള ഒരു കിണറുണ്ട്. ആ കിണറിനടിയിലൂടെ ബത്തേരിയിൽ നിന്നും മൈസൂരേക്കുള്ള തുരങ്കപാത ടിപ്പു സുൽത്താന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നൊരു മിത്താണ്